ഹലോ ഗൈസ്, അപ്പോൾ നമ്മൾ സാധാരണ എപ്പോഴും നമ്മൾ വലിയൊരു വണ്ടി കൊണ്ടാണ് ട്രിപ്പ് പോകല്. അപ്പോൾ ഇത്തവണ നമ്മളൊന്ന് മാറ്റി പിടിച്ചു. നമ്മൾ ഫസ്റ്റ് ടൈമാണ് ഒരു ബൈക്കേഴ്സ് വ്ളോഗ് എന്നുള്ള രീതിയിൽ, അതായത് സത്യത്തിൽ ഇതാണ് ഞാൻ ബൈക്ക് കൊണ്ട് പോകുന്ന ഏറ്റവും ലോങ് ഡ്രൈവ്. നമ്മൾ കൊടൈക്കനാലിലോട്ടാണ് പോകുന്നത്. അതിന് മെയിൻ കാരണക്കാരൻ എന്താ, നമ്മുടെ അനിരുദ്ധാണ്. അപ്പോൾ നമ്മൾ ഏകദേശം രാവിലെ 2 മണിക്ക് നമ്മൾ നാട്ടിൽ നിന്ന് പുറപ്പെട്ടാണ്. ഇപ്പോൾ സമയം ഏകദേശം ഒരു 6-6:30 ആയിട്ട് ഉണ്ട്. നമ്മൾ ജസ്റ്റ് കൊടൈക്കനാൽ ചുരം കയറി തുടങ്ങിയിട്ടേ ഉള്ളൂ. നമ്മൾ ഗോപാലപുരം വഴി നേരെ പഴനി കൊടൈക്കനാൽ റൂട്ട് കയറിയതാണ്. അപ്പോൾ എന്താ പറയുക, എല്ലാവർക്കും ലസ് ബോക്സിൽ മറ്റൊരു പുതുപുത്തൻ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എന്തായാലും നല്ലൊരു എക്സ്പീരിയൻസ് ആവും. നമ്മൾ സാധാരണ കൊടൈക്കനാൽ സ്ഥിരം കാണുന്ന വ്ളോഗിൽ നിന്നും കുറച്ച് വ്യത്യസ്തമായിട്ട് നമുക്ക് എവിടെയൊക്കെ പോകാം. എൻ്റെ ഒന്ന് പറഞ്ഞെടുത്താ നമ്മള് പൂണ്ടി, കൂക്കൽ, കൂക്കൽ ഇതൊക്കെയാണ് നമ്മുടെ ലക്ഷ്യം ഇത്തവണത്തെ. അപ്പോൾ എന്തായാലും ഇതാ വണ്ടി ഓൾ സെറ്റാണ്. നമ്മൾ ഏകദേശം 2 മണിക്ക് പോകുന്നു. അതിൻ്റെ ഇടയിൽ 2 കാപ്പിയൊക്കെ നമ്മൾ ഇതാക്കി, 2 കാപ്പി. നമ്മൾ ഏകദേശം എന്താ പറയുക, ഊട്ടി അല്ലല്ലോ, കൊടൈക്കനാൽ നമ്മൾ പഴനിയിലെത്തിയപ്പോഴേക്കും 2ാമത്തെ കാപ്പിയും അതിൻ്റെ മുന്നേ ഇവിടെ നടന്നു നമ്മൾ കുടിച്ച് ഗോപാലപുരത്ത് ആദ്യത്തെ കാപ്പി. അങ്ങനെയൊക്കെ ഇത് സെറ്റാക്കി. എന്തായാലും വരുന്ന കുറച്ച് വീഡിയോസ് ഉണ്ട്, അതിൻ്റെ ഇടയിൽ നമ്മൾ എന്തായാലും ആഡ് ചെയ്യുന്നുണ്ട്. എനിവേ ഓൾ സെറ്റ്. നമ്മൾ കുറച്ച് 2 ദിവസത്തെ പ്രോഗ്രാമാണ് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് ചെറിയൊരു ബാഗുണ്ട്, പിന്നെ പോരാത്ത അത്യാവശ്യം വേണ്ട ബാഗിൽ ഇതിലും സെറ്റ് ചെയ്തിട്ടുണ്ട്, സാധനങ്ങളൊക്കെ പാടെ. അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കൂട്ടുകാരായിട്ട് ഷെയർ ചെയ്യാനും വെക്കരുത്. സോ ലെറ്റ്സ് ഗോ. ഓരോ യാത്രകളും നമുക്ക് ഓരോ അനുഭവങ്ങളാണ് തരുന്നത്. അതിപ്പോൾ വണ്ടിയുടെ വലുപ്പത്തിലോ വണ്ടി ഏതാണെന്നോ നോക്കിയിട്ടല്ല. നമ്മളൊരു പക്ഷേ നമ്മുടെ ബസ് കൊണ്ട് ഒരുപാട് തവണ നമ്മൾ കൊടൈക്കനാൽ വന്നെങ്കിലും ഈ ഒരു രീതിയിൽ ബൈക്കിൽ വരുന്നത് സത്യത്തിൽ ഒരു വേറൊരു തരം എക്സ്പീരിയൻസാണ്. ഞാൻ പറഞ്ഞില്ല, എൻ്റെ ഫസ്റ്റ് ലോങ് ഡ്രൈവാണ് ബൈക്ക് കൊണ്ടുള്ളത്. ബാക്കി നമ്മൾ കാർ കൊണ്ടും ബസ് കൊണ്ടൊക്കെ ഒരുപാട് ദൂരം നമ്മുടെ വ്ളോഗ് കാണുന്നവർക്ക് സ്ഥിരം അറിയാമെങ്കിലും പക്ഷേ ഈ ഒരു എക്സ്പീരിയൻസ് പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ്. എന്തായാലും നമ്മൾ രാവിലെ നേരത്തെ ഇറങ്ങി എല്ലാം അടിപൊളിയായി. ഇപ്പോൾ ഈ യാത്രയിലും ഈ റോഡിലൂടെ പോകുമ്പോഴും അതുപോലെ തന്നെ ബാക്കിയുള്ള ക്ലൈമറ്റ് ആണെങ്കിൽ തന്നെ ഒരു രക്ഷയില്ല. അങ്ങ് നമ്മൾ കൊടൈക്കനാലിലെത്തി. വേണ്ട, ഇവനെ ഫസ്റ്റ് തന്നെ ബട്ടർ ബണ്ണ് കൊടുത്തിട്ടൊന്ന് സെറ്റാക്കാൻ വേണ്ടിയിട്ടാണ്. ഇവൻ പക്ഷേ റീൽസൊക്കെ അടിപൊളിയായിട്ട് എടുക്കും കേട്ടോ. പക്ഷെ ഒക്കെ സ്റ്റോറി ആയിട്ട് ഇടുമോ, ഒന്നും റീലായിട്ട് പോസ്റ്റ് ചെയ്യില്ല. അങ്ങനത്തെ അടക്കം വെച്ചിട്ട് അഭിപ്രായം പറ. സംഗതി അതാണ്, മോശം വരില്ല ഒട്ടും, നമുക്കറിയാം. പിന്നെ പേസ്ട്രി കോർണറിന് അവിടെ ഉണ്ട്, പക്ഷേ അത് ഷോപ്പ് തുറന്നിട്ടില്ല. അത് കാരണം അവിടെ ഷോപ്പൊക്കെ അടച്ചിട്ടാണ്. ഇപ്പോൾ എന്തായാലും നമ്മൾ എത്തി. അൻ്റെ ഇപ്പോൾ ഒരെണ്ണം വേണം, അത് ഇനിയും വേണം. ഒന്നും കൂടി, ഇന്നൊന്ന്. സംഗതി അവ ആദ്യം ഒരെണ്ണം മതി പറഞ്ഞിട്ട് ഇപ്പോൾ 2 മേടിക്കാൻ തുടങ്ങി. അതാണ് സംഗതി, ടേസ്റ്റ്. അവനത് ഇഷ്ടപ്പെട്ടിരിക്കുന്നു. ക്യാമറയിൽ നിന്ന് കണ്ടെടുക്കണം. ക്യാമറയിൽ നിന്ന് കണ്ടെടുക്കത്തല്ലേ അഞ്ചത്. അപ്പോൾ നമ്മളങ്ങനെ മഹാരാജയിലെത്തിയിട്ട് രാവിലത്തെ ഫുഡിങ്ങിന് വേണ്ടിയിട്ട്. രാവിലത്തെ ബട്ടർ ബണ്ണ് എങ്ങനെ ഉണ്ടോ, അവൻ ആദ്യം പോയിട്ട് ഒന്നും മതി, പറ്റിച്ച തിന്നാൽ മതി, എന്തേ രാവിലെ അടിച്ച് കയറ്റണമെന്നൊക്കെ പറഞ്ഞവനാണ്. ഞാൻ ലാസ്റ്റ് 2-3 തിന്നാണ്. അപ്പോൾ എന്തായാലും നമ്മൾ ഫുഡ് കഴിച്ചിട്ട് കാണാം. ഒരു നെയ്റോസ്റ്റ് സെറ്റ് ചെയ്യാം, നമുക്ക് നേരെ പൂണ്ടി പോവാം അല്ലേ? പൂണ്ടി അതാണ് പ്ലാന്. ഇവിടെ ഒന്നും കറങ്ങാനുള്ള പ്ലാനില്ല, നേരെ പൂണ്ടി. നമ്മുടെ ഗീ റോസ്റ്റ് അങ്ങനെ വന്നിരിക്കുകയാണ്. ഈ ഫുഡാണ് സ്പെഷ്യൽ, അല്ല ഫുഡിങ്ങാണ് ഏറ്റവും നിർബന്ധം എന്ന് പറയുന്നത്. ഫുഡിങ് വെച്ചിട്ട് ബാക്കി എന്ത് നമുക്ക് നോക്കാം. എന്താ എൻ്റെ വിശക്കുണ്ടോ? ബട്ടർ ബണ്ണ്. നമ്മളങ്ങനെ പൂമ്പാറ പൂണ്ടിയിലോട്ട് പോകാനുള്ള വഴിയിലായിട്ട് കയറിയിട്ടുണ്ട്. സംഗതി എന്താണെന്ന് വെച്ചാൽ ഇത് നമ്മുടെ പൈൻ ഫോറസ്റ്റിൻ്റെ ബാക്ക് സൈഡൊക്കെ ആയിട്ടാണ് തോന്നുന്നത്. എന്തായാലും കുറേ പൈൻ ഫോറസ്റ്റിൻ്റെ ഒക്കെ സംഗതി ക്ലോസ്ഡ് ആണ്. തമിഴ്നാട് ഫോറസ്റ്റ് അതെ, സാമ്പിൾ പ്ലോട്ട് 37. അപ്പോൾ അങ്ങനെ കുറേ സംഗതികളൊക്കെ ഉണ്ട്. എന്തായാലും ഞങ്ങൾ എൻ്റെ കൂടി നൈസായിട്ട് പോവാണ്. സംഗതി ഞാൻ ഫസ്റ്റ് ടൈമാണ് ഈ റോഡിലേക്ക് വരുന്നത്. ഇനിവേ നമുക്ക് പോകുന്ന വഴിക്കുള്ള വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റാക്കാം. ഓക്കെ, അവിടെ പൂമ്പാറയ്ക്ക് ഏകദേശം ഒരു 3-4 കിലോമീറ്റർ കൂടി ഉള്ളപ്പോൾ അതെ നോക്കി അടിപൊളി സീനറി.
അവിടെ ഒരുപാട് വണ്ടികൾ നിർത്തിയിട്ടിട്ടുണ്ട്. കാരണം അവിടെ പ്രോപ്പറായിട്ട് ചെയ്യാൻ പറ്റും. എങ്ങനെയും ഇവിടെ ഒരു രക്ഷയില്ല. ആ മേഘം കോടയും ഒരു ഇതുമില്ലാതെ. അതുപോലെ തന്നെ അവിടെ കുറച്ച് ആൾക്കാർ താമസിക്കുന്നുണ്ട്. അവിടെ കുറേ വീടും ഇതൊക്കെ കാണുന്നുണ്ട്. ഓ എങ്ങനെയാണ് എൻ്റെ അടുത്ത്? അപ്പോൾ എന്തായാലും ഒരു 3 കിലോമീറ്റർ കൂടെ ഉള്ളൂ നമുക്ക് ആദ്യത്തെ ഡെസ്റ്റിനേഷൻ പൂമ്പാറയ്ക്ക്. അപ്പോൾ പോകുന്ന വഴിക്ക് ഇനി ഇങ്ങനെ അടിപൊളി കാഴ്ചകളുണ്ട്. അതുപോലെ തന്നെ വരുന്ന റോഡ് അതെ ഒട്ടും മോശമല്ല, അതിൽ നല്ല റോഡാണ്. ചില സ്ഥലത്ത് മാത്രം കുറച്ച് ഹറിബറി എന്നുള്ളൂ, ബാക്കിയൊക്കെ നല്ല സീനറിയും കാര്യങ്ങളൊക്കെ ആയിട്ട് അടിപൊളിയാണ്. അതെ അല്ലേ ഈ ഒരു ഏരിയ ഓക്കെ. നമുക്ക് ആ സൈഡ് പോയാൽ എന്നാൽ ചിലപ്പോൾ കാണാൻ പറ്റും. നോക്കി നോക്കാം. കളഞ്ഞിമല വ്യൂ പോയിന്റ്. ഇവിടുന്ന് ഇങ്ങനെ നോക്കി എനിക്ക് പഴനിമല കാണാം. പഴനിമല കാണണമെങ്കിൽ മേഘം മാറണം. നമ്മൾ പറഞ്ഞില്ലേ ഇവിടെ അടിപൊളി വ്യൂ പോയിന്റ്, കുറേ വണ്ടികൾ നിർത്തിയിട്ടുണ്ട്. അപ്പോൾ അവിടെ നിന്നുള്ളൊരു വ്യൂ ആണിത്. ജസ്റ്റ് ഇവിടെ ഒരു വ്യൂ പോയിന്റ് പോലെ ചെറിയൊരു ഭാഗം അതിരിച്ചിട്ടുണ്ട്. ഒരു രക്ഷയില്ല ഇത്. സ്ഥിരം ഈ ഒരു രക്ഷയില്ല ഒരു ലക്ഷ്യമില്ല പറയാനുള്ള സംഗതി അതാണ് അതിൻ്റെ സത്യം. അത് പറഞ്ഞേ പറ്റൂ. എന്താ പറയുക, ക്ലൈമറ്റും അതെ, മഴയാണെങ്കിലും അടിപൊളി ക്ലൈമറ്റ് ആവും. അതെ ഇതാകുമ്പോൾ കുഴപ്പമില്ല. തണുപ്പിന് തണുപ്പുണ്ട്, വെയിലിന് വെയിലും ഉണ്ട്, എല്ലാം ഉണ്ട്. ഒരു മനസ്സുഖം. അപ്പോൾ എന്തായാലും നമുക്ക് പതുക്കെ വിടല്ലേ. യെസ്. അപ്പോൾ എന്തായാലും എല്ലാവരും വന്ന് എൻജോയ് ചെയ്യണം. അങ്ങനെ എത്തി മക്കളെ പൂമ്പാറ. നോക്കിയേ എന്നാ രസമാണ്, അടിപൊളിയല്ലടാ. സംഗതി എന്താണെന്ന് വെച്ചാൽ ആ ഒരു വീടുകളും അതുപോലെ തന്നെ അതിൻ്റെ ഒരു പെയിൻറ്റിങ്ങും എല്ലാം കൂടി, പിന്നെ പോരാത്തതിന് മറ്റേ കൃഷി സ്ഥലങ്ങളും, പിന്നെ അത് കൂടാതെ ബാക്കി വാലീസും, എന്താ പറയുക ഒരു രക്ഷയില്ലാത്ത വ്യൂ ആണ്. സത്യത്തിൽ ഒരു സ്ക്രീനിൽ കാണുന്നതിനെക്കാട്ടിലും അടിപൊളി എക്സ്പീരിയൻസ് നേരിട്ട് വന്ന് കാണുമ്പോഴാവും എനിക്ക് തോന്നുന്നു. കാരണം അത്രയും അടിപൊളിയാണ് ഇവിടെ. ഇത് കണ്ടുകൊണ്ടിരിക്കുക ഓരോ കാര്യങ്ങളൊക്കെ ഒക്കെ വെറൈറ്റിയാണ്. നിങ്ങളെന്തായാലും ജസ്റ്റ് ഒരു വൺ ടൈം വിസിറ്റ് ആയിട്ടെങ്കിലും നിങ്ങളിങ്ങോട്ട് വരണം കേട്ടോ. സീരിയസ്ലി അടിപൊളി സ്ഥലമാണ്, ഒരു രക്ഷയില്ല. കണ്ടോ ഫുള്ള് ഇവിടത്തേക്ക് ഫുള്ള് മരങ്ങൾ കത്തിയിറക്കാണ്. കാട്ടുതീ അങ്ങനെ എന്താണെന്ന് തോന്നുന്നു. ഒരു മാസം മുന്നേ സംഗതി കത്തിയതാണ്. ഇവിടെ അതെ അതേപോലെ തന്നെ ഈ സൈഡ് അതെ അതേപോലെ തന്നെയാണ്. ഞാൻ അന്നത്തിൻ്റെ വണ്ടി കൈമാറിയിരിക്കുന്നത്. കാരണം എനിക്കിപ്പോൾ ഇവിടെ ഇരുന്ന് വീഡിയോ എടുക്കാൻ പറ്റും. എന്ത് സുഖമായിട്ടുള്ള പരിപാടിയാണ്. ഇവിടെ ഫയർഫോഴ്സ് വന്നിട്ട് കാര്യമില്ല അല്ലേ, ഒരു രക്ഷയില്ല. സംഗതി പെട്ടെന്ന് കത്തും, അതാണ് സംഗതി. ഇതൊക്കെ ഉണങ്ങിയ ചില്ലകളായിട്ടുണ്ടാവും, അതുകൊണ്ട് പെട്ടെന്ന് കത്തിണ്ടാവും. എന്തായാലും കുഴപ്പമൊന്നുമില്ല. സംഗതി ഇപ്പോൾ വീണ്ടും പച്ചപ്പ് വരാൻ തുടങ്ങി. അടിപൊളി. ഫയർഫോഴ്സ് വെള്ളം എടുത്ത് വരുമ്പോഴേക്കും സമയം. അടുത്ത ഫുഡ് ഡെസ്റ്റിനേഷൻ ഞാനാ വിശക്കുണ്ട് പറഞ്ഞു, എന്നിട്ട് നീയാണ് തിന്നു തീർക്കുന്നത് കാളപ്പാനി. അതെ ഇനി ഒരു മാഗി കൂടി വരാണ്ട്. നിങ്ങൾ പ്ലാൻ ചെയ്തിട്ട് ചെയ്യാമല്ലോ എല്ലാം. ഇവിടെ ദൈവം സഹായിച്ചിട്ട് മൊബൈൽ നെറ്റ്വർക്ക് ഇല്ല. അത് കാരണം ലിക്വിഡ് മണി തന്നെ കയ്യിൽ വെക്കണം, അല്ലെങ്കിൽ ഞാൻ പൈസ എടുത്തില്ല. പൈസ എടുത്തോണ്ട് തിന്നാം.
അല്ലെങ്കിൽ ഇവിടെ പാത്രം കഴുകാം. അടുത്ത വിഭവമായിട്ട് മാഗി എത്തിയിരിക്കുകയാണ്. അപ്പോഴും ഇവനാണ് ഫസ്റ്റ്. എനിക്ക് ഇത് കിട്ടിയിട്ടില്ല, സ്പൂണ് കിട്ടിയിട്ടില്ല. ഞാൻ തൽക്കാലം ഈ സോസ് കൂട്ടിട്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. അങ്ങനെ ആ ഒരു ഫുഡിങ് സ്പോട്ടിൽ നിന്ന് ഞങ്ങൾ അടുത്ത ഫുഡിങ് സ്പോട്ടിലേക്ക് പോവുകയാണ്. തീറ്റാന്ന് ചിന്ത മാത്രമേ ഉള്ളൂ ഞങ്ങൾക്ക്. ഫുഡ് ബ്ലോഗൊന്നുമില്ല, തീറ്റ ഭക്ഷണം മുഖ്യം പിടിക്കലേ. വേറെ ഒന്നും കിട്ടിയില്ലെങ്കിൽ കുഴപ്പമില്ല, ഫുഡ് കിട്ടിയാൽ മതി, ഞങ്ങൾ ഹാപ്പിയാണ്. ലാസ്റ്റ് ഒരു കേക്ക് ഒരുമാതിരി എന്താണ് അത് പറയുക, മരുന്ന് കലക്കിയ മാതിരിയുള്ളൊരു കേക്ക് മാത്രം ഒഴിവാക്കി ബാക്കിയെല്ലാം ബാക്കിയായിരുന്നു. ഞങ്ങളിതാ അടുത്ത സ്ഥലങ്ങൾ തേടി പാഞ്ഞുകൊണ്ടിരിക്കും. റേറ്റ് ഉണ്ട്. നമ്മൾ ലേശം, അതായത് അവിടെ നിന്ന് കഴിച്ചു ലേശം കൂടെ പോന്നപ്പോഴേക്കും വേണ്ട അടിപൊളി ഒരു വ്യൂ. നമ്മുടെ ഡാമിൻ്റെ ഡാമല്ല ലേക്കിൻ്റെ ഇതും ലേക്കിൻ്റെ റിസോഴ്സൊക്കെ ആണെന്ന് തോന്നുന്നു. അതുപോലെ തന്നെ ഈ ഒരു പോയിൻ്റ് നോക്കിക്കോ, അവിടെ കുറച്ച് ഇത് മീഞ്ഞ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മുടെ ചെമ്മരിയാടുകളാണെന്ന് തോന്നുന്നു. സംഗതി പ്രോപ്പറായിട്ട് അങ്ങോട്ട് സൂം ചെയ്യാൻ പറ്റാത്ത കാരണം തൽക്കാലം ഇത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യുക. ഓക്കെ നോക്കാം, ലെറ്റ്സ് ഗോ. 20 ഉറുപ്പിക എൻ്റെ പാസ്. കയറാൻ ബുദ്ധിമുട്ടുണ്ടോ ചേട്ടാ? വയസ്സായോ? ആ അതൊക്കെ അങ്ങനെയൊക്കെ തന്നെ ഉണ്ടാവുക. അങ്ങനെ നമ്മൾ ഷീപ്പ് ഫാമിലേക്കുള്ള എൻട്രി ടിക്കറ്റ് എടുത്തിരിക്കുകയാണ്. ഈ ഒരു കവാടം പെട്ടെന്ന് തന്നെ കാണാം. അപ്പോൾ നൈസായിട്ട് എടുത്തു, ഞങ്ങൾക്ക് പോവാം. അപ്പോൾ നമ്മൾ മഞ്ഞവന്നൂർ ഷീപ്പ് ഫാമിൻ്റെ ഉള്ളിലോട്ട് കയറിയിട്ടുണ്ട്. നമുക്കിവിടെ ഉള്ളിൽ പോയിട്ട് അവിടെ എന്തൊക്കെയാണ് അതിൻ്റെ കാര്യങ്ങളൊക്കെ നമുക്ക് ജസ്റ്റ് ഒന്ന് പോയിട്ട് നോക്കിയാൽ 20 രൂപയാണ് എൻട്രി ടിക്കറ്റ് വരുന്ന ഒരാൾക്ക്. ഇപ്പോൾ നമുക്ക് 40 രൂപയോളം ടിക്കറ്റ് വന്നിട്ടുണ്ട്. നഷ്ടമില്ലാത്തൊരു എമൗണ്ട് തന്നെയാണ്. വലിയ വണ്ടികളൊക്കെ ഒരു പ്രവേശിച്ചിട്ട് വണ്ടി എവിടെയെങ്കിലും നിർത്തിയിട്ട് നമുക്ക് അവിടെ ഉള്ളിൽ പോയിട്ട് കാണേണ്ടി വരും. വണ്ടി പോകാൻ പറ്റും. വണ്ടി മൊത്തത്തിൽ കൊണ്ടുപോകാനും പറ്റില്ല. ഇവിടെ എന്തൊക്കെ കാണാനുണ്ട് എവിടേക്ക് ഏത് മൊത്തമൊക്കെ പോവാം. അതിൻ്റെ ഉള്ളിലുണ്ടോ റാബിറ്റ് ഷേപ്പാണ് അത് വേണം. ഇതിൻ്റെ ഉള്ളിൽ വ്യൂ രക്ഷയില്ലാത്ത വ്യൂ വരുന്നുണ്ട്. അത് വേറൊരു സ്ഥലത്താണ്. അത് തെറ്റാണ്. അതിൻ്റെ ഉള്ളിൽ പോകാൻ പറ്റും. എൻട്രി ഇല്ലേ? നമ്മുടെ എൻട്രി ഇല്ല. ചെറിയൊരു അബദ്ധം പറ്റി. നേരെ അങ്ങോട്ട് പോയി, അവിടേക്ക് നോ എൻട്രി ഉണ്ടായിരുന്നേ. അപ്പോഴേക്കും നമ്മൾ അവിടെ നിന്ന് തിരിച്ചു ബൈക്ക് നേരെ ഇവിടെ കൊടുന്ന് ഇതാക്കി. സംഗതി അവിടെ ഇത് കെട്ടിക്കൊണ്ടിരിക്കണ്ടായിരുന്നു. അതിൻ്റെ മുകളിൽ കൂടെ ചാറിൻ്റെ വന്നു, വേറെ കുഴപ്പമില്ല. അപ്പോൾ എന്തായാലും നമുക്ക് ഇവിടെ പോയിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് വിസിറ്റ് ചെയ്യാം എന്തൊക്കെയാണെന്നൊക്കെ. റാബിറ്റിൻ്റെ ഷെഡ് അവിടെ കാണുന്നുണ്ട്. തണുപ്പത്ത് അത് ഒരു വൈബാടാ. തണുപ്പത്ത് ഐസ്ക്രീം കഴിക്കുക എന്നുള്ളതൊക്കെ ഒരു പ്രത്യേകത ഒരു വൈബാണ്. എന്നാലും നമുക്ക് പോയിട്ട് നോക്കാം. അവിടെ നമുക്ക് ബോട്ടിങ്ങും അതുപോലെ തന്നെ ലേക്കും ഒക്കെ ആ സൈഡിലായിട്ടാണ്. അവിടെ പോകണോ? എന്നാൽ പോവാം. വണ്ടി അങ്ങോട്ട് കൊണ്ടുപോയാൽ ഒന്നും കൂടി പൊളിച്ചിരുന്നു. ഇത് കൂടെ വണ്ടി പോകലുണ്ടോ? അതിൻ്റെ ടയറല്ലേ ആ കാണുന്നത്. ഓട്ടോറിക്ഷ ഇവിടെ എത്രയും നേരമായിട്ട് ഈ ഒരു ഓട്ടോറിക്ഷ ഉണ്ടോടാ? ഇല്ലല്ലോ, ഞാനും കണ്ടിട്ടില്ല. അതെന്ത് പറ്റിയാവും? കുന്ന് കയറി മല കയറി ഓട്ടോറിക്ഷ വരുന്നില്ല എന്ന് തോന്നുന്നു. ഞാൻ ഈ 3 ചക്രത്തിൻ്റെ ഇത് കണ്ടപ്പോഴാണ് ഓട്ടോറിക്ഷ അവിടെ കാണാനില്ല, പിന്നെ എങ്ങനെ ഇത്ര വലിയൊരു ഇത് എന്ന് വിചാരിച്ചാണ്. സംഗതി ഇത്രയും നേരമായിട്ട് ഞങ്ങളൊരു ഓട്ടോറിക്ഷ ഈ ഒരു ഏരിയയിൽ കണ്ടിട്ടില്ല എന്നാണ് വാസ്തവം. അല്ല, കൊടൈക്കനാലിലുണ്ടായിരുന്നു ഓട്ടോറിക്ഷ, നോക്കിയിട്ടില്ല. ഞാൻ ഇത്രയും കാലം വന്നിട്ട് അത് ശ്രദ്ധിച്ചിട്ടില്ല. എന്നാലും അത് നമുക്ക് ശ്രദ്ധയിൽപ്പെടുത്തുന്നതായിരിക്കും. സത്യത്തിൽ ഇവിടെ ഈ കാണിക്കുന്ന ഒരു ക്രൂരതയാണ്.
സംഗതി എന്താ വെച്ചാൽ കാണാൻ ഇത് മേയാൻ കാണാനൊക്കെ ചന്തം ഒക്കെ ശരിയാണ്. പക്ഷെ അതിൻ്റെ കാലത്തെ ഫ്രണ്ട് 2 കാലും പിടിച്ച് കെട്ടിയിട്ടിരിക്കുകയാണ്. സംഗതി ഓടിപ്പോകുന്നൊക്കെ ഓക്കെ, പക്ഷേ അത് ശരിയല്ല എന്തായാലും. സംഗതി ബാക്കി എന്തും നമുക്ക് നോക്കാം. പക്ഷേ ഈ ഒരു കാര്യം എന്താ വെച്ചാൽ അവർക്ക് വേറെ ഏതെങ്കിലും ഷെഡിൽ നിർത്തുക അങ്ങനെ എന്തെങ്കിലും ചെയ്യാം. അല്ലെങ്കിൽ കഴുത്തിലോ അങ്ങനെ കെട്ടിയിടാറുണ്ടോ എനിക്കറിയില്ല. പക്ഷെ ഇങ്ങനെ കാല് പിടിച്ച് കെട്ടിയിടുക എന്ന് പറയുമ്പോൾ അതൊരു മോശമായ പ്രവൃത്തിയായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് കമൻറ്റ് രൂപത്തിൽ രേഖപ്പെടുത്താം. അടുത്തതായി നമ്മൾ കാണാൻ പോകുന്നത് റാബിറ്റ് ഷെഡിലോട്ടാണ്. അതിൻ്റെ അപ്പുറത്ത് വേറെ എന്തൊക്കെയോ 2-3 ഷെഡുകളുണ്ട്. നമുക്ക് എന്തായാലും പോകുന്ന വഴിക്ക് ആരും കൂടി നോക്കാം. അടിപൊളിയാണ് എന്തായാലും. ഇവിടെ എല്ലാം പല ഇനത്തിലുള്ള റാബിറ്റ്സ് ഉണ്ട്. ഡച്ച് ഉണ്ട്. അതേ കുഞ്ഞു കുട്ടികളൊക്കെ ഒയ്യോടാ. ഇവിടെ ഉണ്ട്. ഇതിനും കുട്ടികളുണ്ട് കേട്ടോ. ഇവിടെ ഉണ്ടോ? ഇതിനും കുട്ടികളുണ്ട്. ഹലോ വേണ്ട കേട്ടോ, കടിക്കണ്ട, കടിച്ച ചെയ്യണം. അത് എല്ലാത്തെയും കുട്ടികളുണ്ടോ? ഇത് റെഡ് കണ്ണ്, ബ്ലാക്ക് കണ്ണാണ്. ഇതുണ്ട്. ഇത് പിന്നെ അത്യാവശ്യം ഗ്രോത്ത് ആയിട്ടുള്ള കുട്ടികളാണ്. ഇതിലുള്ള കുട്ടികളാണ്. ഇവിടെ ഏത് കുട്ടികളുടെ പറയുന്നു? ഇതെല്ലാം കുട്ടികളുള്ളതാണല്ലോ. അത്യാവശ്യം ഇവിടെ എല്ലായിടത്തും ഇത് മൊത്തം കുട്ടികളുടെ മദേഴ്സ് ഫാം ആവുന്നുണ്ട്. ഇതിന് ഈ പുറത്തുള്ളത് അത്യാവശ്യം മെച്യൂർഡ് ആയിട്ടുള്ളതായതുകൊണ്ട് വൈറ്റ് ടീത്ത് റെഡ് കണ്ണാണ്. ബ്ലാക്ക് ബ്രൗൺ ഇനത്തിൽപ്പെട്ട 2 ഇവിടെ. പനിക്കട്ടിയാണ്. തല എവിടെ ഇതിൻ്റെ? തല ഇവിടെ ഉണ്ട് കേട്ടോ. ഇവിടെ ഒരുപാടെണ്ണം ഡേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. 6/2/24. ഹലോ, നല്ല വൃത്തിയുള്ള മരമിട്ട്. ഇങ്ങനത്തെ ഷെഡാണെങ്കിൽ നല്ല വൃത്തി ഉണ്ടാവും. ഇതെല്ലാം ഓരോരോ ഷീപ്പിൻ്റെ ഷെഡാണ്. സംഗതി ഇവിടെ താഴത്തുണ്ട്. ഫുൾ ആട്ടുംകാട്ടം സംഗതിയൊക്കെ ഇവിടെ കിടക്കുന്നുണ്ട്. എനിക്ക് ഏകദേശം മനസ്സിലാക്കാം. ഇവിടെ ഉണ്ട്. എനിക്ക് തോന്നുന്നു ഇവിടുത്തെ ഈ ഒരു ആടുകളാവും നമുക്ക് അവിടെ മേയാൻ വിട്ടിട്ടുള്ളതെന്നാണ് തോന്നുന്നത്. ആ ഒരു സൈഡിൽ അവിടെയായിട്ട് മേഞ്ഞ് നടക്കുന്നുണ്ട്. കുറേ ഇതുണ്ടോ അവിടെയൊക്കെ ആയിട്ട് മേഞ്ഞ് നടക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു ഇതാണ് തോന്നുന്നു. അതിൽ ഫീഡിങ് ചെയ്യാനുള്ള ഒരു സ്പേസാണ് ഇത് കാണുന്നത്. എന്തായാലും നല്ല രസമുണ്ട്, അടിപൊളി. എന്തായാലും മെയിൻറ്റെയിൻഡ് ആണ് അത്യാവശ്യമൊക്കെ. അതുപോലെ തന്നെ ലേക്കിൻ്റെ സൈഡാണെങ്കിലും വലിയൊരു വാസ്റ്റ് ആയിട്ടുള്ള ഏരിയ ഉണ്ട് ഇവർക്ക് മേഞ്ഞടക്കാനും അങ്ങനെ എല്ലാമായിട്ട്. ഇവിടെ അപ്പോഴേക്കും ചേട്ടന്മാർ കബഡി കളിയാണ്. കബഡി 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 നൈസ് പരിപാടിയാണ്. അത്രയും ഗ്യാങ് ആൾക്കാർ വന്നാൽ പിന്നെ പരിപാടി ഉഷാറാണ്. എന്തായാലും നൈസായി. നമുക്ക് പതുക്കെ തിരിച്ചു പോകാൻ പരിപാടി നോക്കാം. എന്നിട്ട് മണ്ണൂർക്ക് പോവാം. അടുത്ത ഇതാ നമ്മൾ മഞ്ഞൂരിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതെല്ലാം ഈ ഒരു സൈഡ് ഫുള്ള് നമ്മുടെ ഭൂമിയാണ്. ഈ ഒരു സൈഡ് നമ്മുടെ ഫുള്ള് ഒക്യുപ്പൈഡ് ഏരിയ എന്ന് വേണമെങ്കിൽ പറയാം. 2 സൈഡും ഡിഫറൻസ് ആയിട്ട് കറക്റ്റായിട്ട് നേരെ മനസ്സിലാക്കാം. തട്ടായിട്ട് ഇതെന്താ പറയുക, ബണ്ടിൽ ഫാമിങ് അങ്ങനെ എന്താ പറയുക ഇതിന് ഫാമിങ്ങിന്? തട്ട് കൃഷി തന്നെയാണ്. പക്ഷേ തട്ടുകൾ ഇംഗ്ലീഷ് എന്താ പറയുക? എനിക്ക് തട്ട് കൃഷിയാണ് മലയാളത്തിൽ. റോ ഫാമിങ്. എന്തായാലും അങ്ങനെയല്ല, സംഗതി അടിപൊളിയാണ്. ഇവിടുത്തെ ഓരോ കല്യാണ പ്രോസസ്സ് ഉണ്ടോ? കാരണം ഇവിടുത്തെ ഒരു കല്യാണ പ്രോസസ്സ് നാട്ടിലത്തെ എല്ലാ ചെക്കന്മാരും ഫോട്ടോ ഇതിലുണ്ടാവും. അല്ല, റോഡ് കഴിഞ്ഞില്ലടാ. ഓ മൈ ഗോഡ്. അത് തിരിക്കാനാണെങ്കിൽ അങ്ങോട്ട് തലകയറ്റി റിവേഴ്സ് ഇറക്കിയ പോലെ. ഇനി അവിടെ നിന്ന് റിവേഴ്സ് ഇടാൻ ഞാൻ ഇറങ്ങണ്ടോ? പറയുന്നു എടാ, അവിടെ നിന്ന് ഇങ്ങോട്ട് ഇറക്കടാ, അങ്ങനെ തലകയറ്റിക്കോ.
അതിനിപ്പോൾ അങ്ങോട്ട് പോയില്ലാണ് ഞാൻ അന്ത പാട്ടി അപ്പോഴേ சொன்னല്ലേടാ വാങ്ങണ ഇവിടെ ഒന്നും വലിച്ചേ പോയില്ല എവിടെ ഇതിൻ്റെ പിടുത്തം പിടിക്കട്ടോ ആ വയോ പോന്നോ പോന്നോ പോന്നോട്ടെ വഴി കഴിഞ്ഞതോടെ ഞങ്ങൾ അടുത്ത ലൊക്കേഷനിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇനി അടുത്ത പൂണ്ടി പണ്ട് കിട്ടി ഇവിടുത്തെ റൂട്ട് ബസ് ഇത് ഇവിടുത്തെ റൂട്ട് ബസ്സാണെന്ന് തോന്നുന്നുണ്ട് അതിന് തിരക്കുണ്ട് അത്യാവശ്യം ആൾക്കാർ കയറാൻ വേണ്ടി TM45 GR 8178 ഇത് ഉദ്ദേശിക്കുന്നത് നമുക്കൊരു 6 കിലോമീറ്റർ പോയി നമ്മളുടെ സ്ഥലത്തെത്തി ഇവിടെ കുറച്ചുകൂടി അടിപൊളി സെറ്റപ്പൊക്കെ ഉണ്ട് പോയിട്ടല്ലോ ഹിമാലയയിലെ ഹമ്പൊക്കെ പ്രശ്നമാണ് മന്നാൻ എക്കോ ടൂറിസം സൈറ്റ് ഇവിടെ ഒരുപാട് വണ്ടികൾ വന്നിട്ടുണ്ട് കൂടുതലും വണ്ടികൾ ഇവിടേക്കാണ് വരുന്നത് പോകുന്നുണ്ട് കേരള Shout, let him turn. അങ്ങനെ അടുത്തൊരു സ്പോട്ട് കിട്ടിയിട്ടുണ്ട് നമ്മൾ നേരെ റോഡ് പോണതാണ് ഈ സൈഡ് ഇങ്ങോട്ട് കയറ്റി ഇതാ ഇവിടെ കുറഞ്ഞ് നിർത്തിയിട്ടുണ്ട് എന്തായാലും സംഗതി ഒരു 3 കുതിരകളെ കിട്ടിയിട്ടുണ്ട് ആൾ കുറച്ച് അടിപൊളിയാണ് ഇയാളും കുറച്ച് മോശമൊന്നുമല്ല ആളും മോശമല്ല ചവിട്ട് കിട്ടാന്ന് നോക്കി കണ്ടിട്ടേ വീഡിയോ എടുക്കുന്നത് കൊള്ളാം ബ്ലാ 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 പോവാം അയ്യോടാ ഇത്രയും വേസ്റ്റ് കൊടൈക്കനാൽ ഇവിടെയുള്ള മാക്സിമം വേസ്റ്റുകൾ ഒഴിവാക്കാൻ നോക്കുക അപ്പം വേസ്റ്റ് മൊത്തം ഇവിടെ കൂടെ തട്ടിൽ സത്യത്തിലൊക്കെ മോശമായിട്ടുള്ള കാര്യമാണ് പതുക്കെ ചാടിക്കടാ കുടുകുടു കുടുകുടു ഈ കാണുന്നത് ഇവിടുത്തെ സ്കൂളാണ് സംഗതി കുട്ടികളൊക്കെ കണ്ടു അതുകൊണ്ടാണ് ബാക്കി പ്രോപ്പറായിട്ട് നമുക്കറിയില്ല ഇതില്ല ജസ്റ്റ് ഫോണാക്കി കണ്ടു മാത്രം റോഡ് അടിപൊളിയാണ് നമ്മൾ പൂണ്ടിയിൽ എത്തിച്ചേർന്നിരിക്കുന്നു അയ്യോ അങ്ങനെ നമ്മൾ പൂണ്ടിയുടെ ലാസ്റ്റ് സ്റ്റോപ്പിലെത്തിയിട്ടുണ്ട് ഇവിടെ വന്നിട്ട് ഈ ഒരു ബസ് വന്നു ആൾക്കാരെ ഇറക്കി അപ്പോഴേക്ക് അടുത്ത ആൾക്കാർ കയറി എന്നുള്ള ലെവലാണ് വേണ്ടല്ലോ വരുന്നു ഇറങ്ങുന്നു കയറുന്നു എന്നുള്ള രീതിയിലാണ് ഇവിടെ എന്ന് വെച്ചാൽ ലിമിറ്റഡ് ഓഫ് ബസ്സാണ് ബസ് അധികം ബസ്സുകളില്ലാന്ന് തന്നെ വേണമെങ്കിൽ പറയാം ഒരു പ്രൈവറ്റ് ബസ് നമ്മൾ നേരത്തെ പോകുന്നത് കണ്ടില്ലേ അതല്ലാതെ പിന്നെ ഈ KSRTC KSRTC വണ്ടിയാണുള്ളത് തോന്നുന്നു അപ്പോൾ ടൈമിംഗ് ഒന്നും എഴുതി വെച്ച് കണ്ടിട്ടില്ല അവിടെ എന്തോ ടൈമിങ്ങിൻ്റെ എന്തോ ഉണ്ടെന്ന് തോന്നുന്നു പക്ഷേ പ്രോപ്പറായിട്ട് ക്ലിയർ അല്ല നമ്മൾ വണ്ടി ഇവിടെ നൈസായിട്ട് നിർത്തിയിട്ടുണ്ട് ഇവിടെ എന്തെങ്കിലുമൊക്കെ കാണാനുണ്ടോ ഞാൻ ജസ്റ്റ് പോയി നോക്കണം അങ്ങനെ നമ്മൾ കൂളൂർ എത്തിയിരിക്കുകയാണ് സത്യത്തിൽ കൂളൂരിൻ്റെ ടൗൺഷിപ്പ് എന്ന് പറയുന്നത് ആ ഒരു ഏരിയയിൽ ഇവിടെ നിന്ന് ലക്ഷം താഴത്തേക്ക് പോയാൽ ആ ഒരു റോഡ് എൻഡായി ഇവിടെ നിന്ന് അങ്ങോട്ട് വേറെ റോഡൊന്നുമില്ല അതുപോലെ തന്നെ ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നത് അത്യാവശ്യം നല്ല രീതിയിലുള്ള കൃഷിഭൂമികൾ ഒരുപാടുണ്ട് കേട്ടോ എന്തൊക്കെ കൃഷി എനിക്കാണ് വെളുത്തുള്ളിയോ ഉള്ളിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആണെന്ന് തോന്നുന്നു
കൃഷിഭൂമികൾ ഒരുപാടുണ്ട്. ഓരോരുത്തരായിട്ട് പറിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരു ഹാർവെസ്റ്റിങ്ങിൻ്റെ ടൈം ആയെന്ന് തോന്നുന്നതാണ് തോന്നുന്നത്. എല്ലാം നല്ലൊരു പ്രോഗ്രാമാണ്. ഞങ്ങളുടെ അടുത്ത ഫീഡിങ് ടൈമാണ്. എന്താ വെച്ചതാണോ, ഒരു എഗ്ഗ് കൊത്ത് പൊറോട്ട പറഞ്ഞിട്ടുണ്ട്. ഒറ്റൊന്നേ പറഞ്ഞിട്ടോ ഞങ്ങൾക്ക് 2 പേർക്ക് കൂടി. ഒന്ന് നല്ല സെറ്റിലാണ് പരിപാടി. അപ്പോൾ എന്തായാലും നമുക്ക് നോക്കി നോക്കാം. ഓക്കെ, അങ്ങനെ എന്താണെന്ന് വെച്ചാൽ ഫുഡ് നമുക്കൊന്നും ഓവറായിട്ട് കഴിക്കുന്നതായിരുന്നു, കുറച്ച് മിതമായ രീതിയിൽ കഴിക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. ഇപ്പോൾ എഗ്ഗ് കൊത്ത് പൊറോട്ട ഓൾ സെറ്റ്. മൂപ്പര് തുടങ്ങിയിട്ടേ ഉള്ളൂ. എത്ര ഇതുണ്ടാവും? 1 2 മുട്ടയാണ്. മസാല പൊറോട്ട. എത്ര പൊറോട്ടയാണ്? 100 രൂപ കേട്ടോ കൊത്ത് പൊറോട്ടയ്ക്ക്. ഒരു പൊറോട്ടയാണ് ആഡ് ചെയ്യുന്നത്. അങ്ങനെ നമുക്ക് ഒരു പൊറോട്ട കൂടെ ആഡ് ചെയ്യാൻ പറഞ്ഞാലൂടെ. അങ്ങനെ മുട്ടക്കൊത്ത് പൊറോട്ടയും ബിയേഡ് കോംബോ. അടിപൊളിയാണ്. അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ നേരെ കൂക്കലിലോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഏകദേശം 8 കിലോമീറ്റർ ഉണ്ട് നമ്മുടെ മെയിൻ റോട്ടിൽ നിന്ന്. ജസ്റ്റ് നമ്മൾ റോട്ടിലേക്ക് പ്രവേശിച്ച് ഏകദേശം ഒരു 1 കിലോമീറ്റേഴ്സ് വന്നിട്ടുണ്ടാവും. കണ്ടോ, ഇവിടെ മൊത്തം മരങ്ങളൊക്കെ കത്തി നശിച്ചിരിക്കുകയാണ്. കാരണം അന്നത്തെ ആ തീപിടുത്തത്തിലുണ്ടായ ഒരു ഇതാണെന്ന് വേണമെങ്കിൽ പറയാം. എല്ലാ സൈഡിലും അങ്ങനെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. എങ്കിലും കുഴപ്പമില്ല, അത്യാവശ്യം അടിപൊളിയാണ്. വഴിയൊക്കെ വലിയ കുഴപ്പമൊന്നും ഗ്രീനറി ഉണ്ടായിരുന്നു, കുറച്ചും കൂടി അടിപൊളിയായിരുന്നു. കുഴപ്പമില്ല, നമുക്ക് പോയി നോക്കാം. ചെറുതായിട്ട് മഴയൊക്കെ ചാറാൻ തുടങ്ങി. എങ്ങനെ ഉണ്ടാവുമെന്നൊക്കെ നമുക്ക് അവിടെ പോയാൽ കറക്റ്റായിട്ട് അറിയും. സോ നമുക്ക് നേരെ പോയി നോക്കാം. ഗൈസ്, മഴ പെയ്തു. ഇതെല്ലാം അവൻ കോട്ടിൽ കയറി, ഞാനും കോട്ടിൻ്റെ ഉള്ളിൽ കയറി. അല്ലാണ്ട് വേറെ വകുപ്പില്ല. സംഗതി മഴ സീനാക്കേണ്ട വിചാരിച്ചിട്ടാണ്. മഴ കൊണ്ടുപോകാൻ അറിയാത്തതുകൊണ്ടല്ല, പക്ഷെ അത് സീനാക്കിയാൽ വെറുതെ എന്തിനാ പ്രശ്നം. അപ്പോൾ നമ്മൾ നൈസായിട്ട് സൈഡ് കൂക്കൽ പോകുന്ന വഴിക്കണ്ടായിരുന്നേ. ഓ ഗൈസ്, ഇവിടെ ഞങ്ങൾ അസലായിട്ട് ചെറിയ രീതിയിൽ അങ്ങോട്ട് ചാടിച്ചെടുത്തു. എന്തായാലും നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ചെറിയ രീതിയിൽ, ഒട്ടും അലമ്പാക്കുന്ന രീതിയല്ല, ഒരു മീഡിയം നൈസ് സ്മോൾ രീതിയിൽ. എന്തായാലും ഒരു രക്ഷയില്ല നമ്മൾ എൻഫീൽഡ്. പക്ഷേ എന്താ വെച്ചാൽ നമുക്ക് മൊട്ട ടയർ ആയത് കാരണം ഒന്നും പ്രത്യേകിച്ച് കട്ടിട്ട് ഇതാക്കാൻ പറ്റിയില്ല. എങ്കിലും കുഴപ്പമില്ല, നമ്മൾ മാക്സിമം വെച്ച് സെറ്റ് ചെയ്യാൻ നോക്കിയിട്ടുണ്ട്. നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ റീൽസ് എന്തായാലും വന്നിട്ടുണ്ടാവും. ചെക്ക് ചെയ്യാത്ത എന്തായാലും ഒന്ന് ചെക്ക് ചെയ്യാം, അടിപൊളിയായിരിക്കും. നമ്മളങ്ങനെ ഇതാ എത്തിയിരിക്കുന്നു കൂക്കൽ ലേക്കിൽ. കണ്ടോ, ഫുൾ ആമ്പൽ. എടാ എൻ്റെ അടുത്ത് ഇത് ആമ്പല താമര അല്ല, മുട്ട വിടരേ ഉള്ളൂ. അതൊക്കെ മുട്ടല്ലടാ, അത് മൊത്തം മുട്ടാണേ. വണ്ടോ ചവിട്ടി എന്തിനു താത്തി ഞാൻ. അങ്ങനെ നമ്മളെത്തി. കുറച്ച് പേരൊക്കെ ഉണ്ട്. അത് പോയിട്ട് ചോളം എന്തെങ്കിലും ഉണ്ടോ നോക്കാം. സീക്കോ ഉണ്ടെങ്കിൽ അതിനായിട്ട് സെറ്റാക്കാം. ഇനി പരിപാടി നമുക്ക് നോക്കാം. അപ്പോൾ അവിടെ പോകാം, അവിടെ പോയിട്ട് ചോളം കഴിക്കാം. പിന്നെ എന്താ പറയുക, ഇവിടെ കുറേ ഹോം സ്റ്റേസും കാര്യങ്ങളൊക്കെ ഉണ്ട്. താല്പര്യമുള്ളവർക്ക് ഒന്ന് സ്റ്റേ അടിക്കാം. ഞങ്ങൾ ചിലപ്പോൾ ഇവിടെ സ്റ്റേ അടിക്കുക, അല്ലെങ്കിൽ നേരെ കൊടൈക്കനാൽ പോയി സ്റ്റേ അടിക്കാനുള്ള പ്ലാനാണ്. അല്ലെങ്കിൽ ഇവിടെ രാത്രി വരെ നിന്നിട്ട് അങ്ങനെ പ്ലാനിങ് നോക്കിയോട്ടെ. ലെറ്റ്സ് ചെക്ക് ഇറ്റ് ഔട്ട്.
മഴ കൊണ്ട് കുളിർന്ന് നിൽക്കുന്നതേ ലേ പട്ടി സാർ. നമ്മൾ കൂക്കലാണ് സാർ. യെസ്. നീ ഇടയ്ക്ക് എനിക്കിട്ട് ഗോൾ അടിക്കണ്ടേ അല്ലേ? സംഗതി എന്തായാലും ആ ഒരു കൂക്കലിൻ്റെ എൻഡിങ്ങാണെന്ന് നമുക്ക് തോന്നുന്നുണ്ട്. നമ്മൾ പോയൊക്കെയില്ല. ജസ്റ്റ് കൂക്കലിനുള്ള ബോർഡ് കണ്ടു. വി ആർ സോ ഹാപ്പി. അടിപൊളി ഒരു മഴ കിട്ടി. ഇതിലും വലിയ സന്തോഷം വേറെ എന്താ വേണ്ടേ? പറഞ്ഞറിയിക്കാൻ പറ്റില്ല. സോ നമുക്ക് ഒന്നുകൂടി അവിടെ പോയേക്കാം. ഓക്കെ, ലെറ്റ്സ് വെയിറ്റ്. ഞങ്ങളങ്ങനെ അടുത്ത വ്യൂ പോയിന്റിലേക്ക് നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ എന്താ ഇവിടെ ഹെൽമെറ്റൊക്കെ ഇട്ടിട്ടൊക്കെയാണ്. അയ്യോ ഇവിടെ അതൊന്ന് അയക്കാൻ സഹായിക്കടാ. അയ്യോ ഞാനങ്ങനെ വെളിച്ചം കണ്ടിരിക്കുകയാണ്. എന്ത് പുഴുക്കതിൻ്റെ ഉള്ളിൽ ഇതൊക്കെ ഇടുന്നത് സമ്മതിക്കണം കേട്ടോ. പിന്നെ അല്ലാണ്ട് പ്ലാസ്റ്റിക് കവറിനുള്ളിൽ തലട്ടാൽ പിന്നെ പുഴുക്കണ്ടാവാതിരിക്കില്ലല്ലോ. നമുക്ക് വ്യൂ പോയിന്റ് എത്തിയിട്ട് ബാക്കി വിശേഷം പറഞ്ഞേക്കാം. ഓ ഗൈസ്, ഒരു രക്ഷയില്ലാത്ത വാലി എന്ന് പറഞ്ഞാൽ അതിൻ്റെ സെൻറ്റർ കൂടെ വാട്ടർ വെള്ളത്തിൻ്റെ ചോലയുണ്ട്. അതിൻ്റെ ശബ്ദം കേൾക്കാനുമുണ്ട്. ഇങ്ങനെയും ഒരു രക്ഷയില്ല, അടിപൊളിയാണെന്ന് പറയാം. നമ്മൾ വ്യൂ പോയിന്റിലേക്ക് വന്നതാണ്. അതിൻ്റെ വ്യൂ പോയിന്റ് എന്തായാലും കാണാൻ അങ്ങോട്ട് ലേശം കൂടി പോകണം. അവരെ എത്തിയിട്ടില്ല. നമുക്ക് നോക്കി നോക്കാം. സംഗതി ചാർജ് ഇല്ല മാൻ. അതിങ്ങനെ ഓണാക്കിയിട്ട ചാർജ് കഴിയും. 3% ചാർജ് ഔട്ടാകുമ്പോൾ ഫോൺ കൊണ്ട് ഇതാക്കിക്കൊണ്ടിരിക്കുക. ഇവിടെ മുന്നേ ഏതോ ജീപ്പൊക്കെ പോയിട്ട് തോന്നുന്നു. അവിടെ എന്താ അവസ്ഥ? അവിടെ എന്താ അവസ്ഥ? സംഗതിയില്ലോ ഇതുണ്ടെങ്കിലേ കഷ്ടപ്പെട്ടായിട്ട് ഇറങ്ങേണ്ടത്. അയ്യോ ഇറങ്ങി കയറണ്ടേ. ജീപ്പ് പോവും, ബൈക്കും പോവും. ആയിരിക്കുന്നല്ല, കുറച്ച് ദമ്പ് വേണം. എല്ലാ കുഴപ്പമില്ല. അങ്ങോട്ട് കഷ്ടിയാണ് വേണ്ട. റിസ്ക് ചെയ്യാതാവും. ചെരുപ്പ് പ്രശ്നമാണോ? അത് കുഴപ്പമില്ല, പതുക്കെ വന്നാൽ തരാം. അതുകൂടെ കയറി പോയൊക്കെ ചെയ്യട്ടോ, കുഴപ്പമില്ല. ആഹാ വേണ്ട നോക്കി, അടിപൊളി. കുറച്ച് നേരം അവിടെ, കുറച്ച് നേരം ഇവിടെ. ഇവിടുന്ന് അങ്ങോട്ട് താത്തിക്ക് പോകാൻ കുറേ ഉണ്ട്. ഞങ്ങളെന്തായാലും റെസ്ട്രിക്ഷനിലോടത്തേക്ക് പോകാൻ താല്പര്യപ്പെടുന്നില്ല. ഞങ്ങളത് തിരിച്ച് കയറിക്കൊണ്ടിരിക്കുകയാണ്. എൻ്റെ ഇതേ ഇറങ്ങുമ്പോൾ അത്ര സ്പീഡ് ഉണ്ടല്ലോ, കയറുമ്പോൾ നല്ല സ്പീഡ് ഉണ്ടല്ലോ. എന്ത് പറ്റി? ആഹാ ഹിമാലയം കൊണ്ടൊന്ന് വന്നാലും കിട്. എന്തുവാടാ പഴനിതാ ആ കാണുന്ന പഴനി. ഇവിടെ നോക്കിയാൽ പഴനി കാണാൻ പറ്റുന്നുണ്ട്. മുറുക വേൽമുറുക കാത്തുള്ളാണ് ആണ്ടവാ. അയ്യോ അടിപൊളിയാണ്. ഇവിടേക്ക് ഒരു കാറും കുറച്ച് ബൈക്കൊക്കെ എത്തിച്ചിട്ടുണ്ട്. ഇത് ഈ ടീംസിനെ എന്തായാലും ഒന്ന് സമ്മതിക്കണം. നമുക്ക് പിന്നെ അറിയാത്തതുകൊണ്ടാണ് ഇവിടെ വണ്ടി കൊണ്ട് വരാത്തത്. അയ്യോ ഇനി നമുക്ക് ബസ്സിൻ്റെ എവിടേക്കാണ്? പൂക്കൾക്ക് ബസ് സർവീസ് ഉണ്ട്. ഇന്നത്തോടെ നമ്മളെ മനസ്സിലാക്കിയിരിക്കുകയാണ്. അന്തേ നമ്മൾ മാത്രമുള്ളപ്പോൾ ഒരു റീലിട്ട വീഡിയോ അവിടെ സ്ഥലം എവിടെ? ഇപ്പോൾ അവിടെ ഫുള്ള് നിറച്ച ആൾക്കാരാണ്. പക്ഷെ ഞങ്ങൾക്ക് ഒറ്റയ്ക്ക് അവസരം കിട്ടി ഫുള്ള് വണ്ടിയിട്ട് കളിപ്പിക്കാൻ. ഫുള്ള് അവസരം കിട്ടി. അതെന്തായാലും അടിപൊളി. വേണ്ട അവര് നോക്കും നമ്മളെ. എന്നാ പിടിച്ചാ നമുക്ക് പോവാം. നല്ല പ്ലേസ് ആണ് ഗായ്സ്, മിസ് ചെയ്യരുത്. വണ്ടിയൊക്കെ കൊണ്ടു നിർത്താം. ആരും പ്ലാസ്റ്റിക് ഒന്നും ഇട്ട് പോകരുത് കേട്ടോ. എല്ലാവരും നോക്കിയാലും പ്ലാസ്റ്റിക് തന്നെ. ആരും പ്ലാസ്റ്റിക് ഒന്നും ഇട്ട് പോകരുത്.